തൃശൂരിലെ ലോക്സഭാംഗത്വവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുരേഷ് ഗോപിക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. CPI നേതാവിന്റെ ഹർജിയിൽ സുരേഷ് ഗോപി വിചാരണ നേരിടണമെന്നും ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ആവശ്യം നിലനിൽക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. സുരേഷ് ഗോപിയുടെ വിജയം ചോദ്യം ചെയ്തുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കുമെന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കി. സുരേഷ് ഗോപി നൽകിയ ഹർജി അസാധുവാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയാണ് കോടതിയുടെ തീരുമാനം. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റേതാണ് ഈ നിർണായക ഉത്തരവ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സുരേഷ് ഗോപി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. ഇത് ജനപ്രാതിനിധ്യ പ്രകാരമുള്ള തിരഞ്ഞെടുപ്പ് ക്രമക്കേടാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഹർജി ഹൈക്കോടതിയിൽ എത്തിയതെന്നാണ് വിശദീകരണം. സുരേഷ് ഗോപി മതപരമായ പ്രചാരണ രീതികൾ ഉപയോഗിച്ച് വിജയം കൈവരിച്ചു എന്നായിരുന്നു ഹർജിക്കാരനായ AIYF തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആരോപിച്ചത്. സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഇത് തിരഞ്ഞെടുപ്പ് ക്രമക്കേടാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. എന്നാൽ തനിക്കെതിരെയുള്ള ഈ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്നും അതിനാൽ ഇത് തള്ളിക്കളയണമെന്നുമായിരുന്നു സുരേഷ് ഗോപി ഉപഹർജിയിലൂടെ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ വാദം തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വിചാരണയുമായി മുന്നോട്ടു പോകാൻ ഉത്തരവിട്ടത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. ഹർജിയിൽ വിശദീകരിച്ചതനുസരിച്ച് വോട്ടെടുപ്പ് ദിനത്തിൽ AP അബ്ദുള്ളക്കുട്ടി മണ്ഡലത്തിൽ എത്തുകയും ഭഗവാന്റെ പേരിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. സുരേഷ് ഗോപി സുഹൃത്തിനെ കൊണ്ട് ഇത്തരത്തിൽ ആവശ്യം ഉന്നയിപ്പിക്കുകയായിരുന്നു എന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം സുഹൃത്തുക്കളിലൂടെ വോട്ടർമാർക്ക് വിവിധ വാഗ്ദാനങ്ങൾ നൽകുകയും വോട്ടർമാർക്ക് ഫോണ്, പെൻഷൻ, ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നൽകുമെന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ഇത്തരം ആരോപണങ്ങളെ പൂർണ്ണമായും പരിശോധിച്ച് കോടതിയിൽ നേരിട്ട് വിചാരണ നടത്തണമെന്നും ഇതോടെ പൊതുജനങ്ങൾക്ക് നിയമത്തിന്റെ മുന്നിലുള്ള വിശ്വാസം ഉറപ്പുവരുത്തണമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. ചുരുക്കത്തിൽ തിരഞ്ഞെടുപ്പിൽ അഴിമതി കാട്ടിയെന്നാരോപിച്ചുള്ള ഹർജിയിൽ ഇനി സുരേഷ് ഗോപിക്ക് ഹൈക്കോടതിയിൽ വിചാരണ നേടേണ്ടി വരും. വിചാരണയ്ക്ക് ശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ അംഗത്വം സംബന്ധിച്ച അന്തിമ തീരുമാനം കോടതിയിൽ നിന്നുണ്ടാകൂ.